53ഓളം ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കും. ഇന്ന് നമ്മൾ സംസ്കൃത പഠനത്തോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം പഠനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്തമായിട്ടുള്ള ഒരു പഠന പദ്ധതിയായിട്ടാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. 2020 ആരംഭിച്ചിട്ടുള്ള പൂജാ പഠന പദ്ധതിയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളെ, ആധ്യാത്മിക വിഷയങ്ങളെ ആസ്പദമാക്കി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അറിവ് നൽകുവാനുള്ള ശ്രമം വിവിധ ശ്രേഷ്ഠന്മാരിലൂടെ ഈ കഴിഞ്ഞ കാലയളവിൽ നാം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഒരു പുതിയ ഒരു പഠന പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ മാസം തന്നെ ലളിത സഹസ്രനാമ കൂടി ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജനുവരി 14 ശേഷമാണ് അദ്ദേഹം അതിനൊരു സമയം തന്നിട്ടുള്ളത്. എന്തായാലും 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി TVSRCയുടെ സെക്രട്ടറി ആയിട്ടുള്ള വൈശ്രവണത്ത് നാരായണൻ ക്ഷണിക്കുകയാണ്. അതിനുശേഷം ഈ ഇന്നത്തെ പഠന പദ്ധതിയുടെ ഗുരുനാഥൻ, സംസ്കൃത പഠനത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. TVSRC താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം എന്നൊരു സ്ഥാപനം നമ്മൾ പൂജാപഠിതാക്കൾ ഒരു സംഘടനയായിട്ട് തുടങ്ങിയതാണ്. പൂജാ പഠനത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കുട്ടികളുടെ അഭിവൃദ്ധിക്കുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിവിധ പരിപാടികളാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരുന്നത്. എന്തായാലും പുതിയ ഒരു സംരംഭമാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ സഹസ്രനാമം കുറേ ആൾക്കാർ ചെല്ലാറുണ്ട്, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഒക്കെ ആയിട്ട്. പക്ഷെ തെറ്റുകൂടാതെ ചെല്ലുക എന്നുള്ളത് പലപ്പോഴും എന്ത് പറ്റുക വെച്ച് കഴിഞ്ഞാൽ ബുക്ക് നോക്കാണ്ട് ചൊല്ലി എന്തൊക്കെയോ ചെല്ലുന്നൊരു സ്റ്റേജിലേക്ക് എത്തുന്ന ഇതിലേക്ക് പോകും. അപ്പോൾ അതല്ലാതെ അത് കൃത്യമായി അക്ഷരസ്ഫുടതയോടുകൂടി അർത്ഥം മനസ്സിലാക്കി ചെല്ലുക, എന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയും ആൾക്കാർ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നു, ഇത്രയും ആൾക്കാർ അതിനകത്തേക്ക് താല്പര്യം കാണിക്കുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് ഈ മന്ത്രങ്ങളെല്ലാം അക്ഷരസ്ഫുടതയോടുകൂടി ചെല്ലാൻ പഠിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ഗുരുനാഥനാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഹരിയേട്ടൻ തന്നെ ആ ലീഡ് എടുത്തതുകൊണ്ട് ഇത് മുന്നോട്ട് പോകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം. ഹരിയേട്ടന് തുടങ്ങാം. സർവേഷാം സ്വാഗതം. സംസ്കൃത പഠനം അസ്മാഭിः ക്രിയത്തെ. കുറച്ചു കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്കൃത പഠനം. തത്ര ഗത ദിവസേഷു, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, സംസ്കൃതത്തിൻ്റെ നിയമങ്ങൾ, അടിസ്ഥാനങ്ങൾ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പഠിക്കാൻ ഏതെങ്കിലും ഒരു ഉപാധി വേണം. സാമാന്യമായിട്ട് ചില കാവ്യങ്ങൾ, സ്തോത്രങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമുക്ക് ഏതെങ്കിലും ഒരു സ്തോത്രങ്ങളോ അങ്ങനെയുള്ളത് തിരഞ്ഞെടുത്ത്, അങ്ങനെയാകുമ്പോൾ 2 ഗുണം എന്നുള്ള നിലയ്ക്ക് ആ സ്തോത്രങ്ങൾ പഠിക്കുകയും ആവും, അക്കൂട്ടത്തിൽ കുറച്ച് സംസ്കൃതം പഠിക്കുകയാവും.
അത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സംസ്കാരത്തെ ഉയർത്താൻ കഴിവുള്ള തരത്തിലുള്ളതായാൽ കുറച്ചുകൂടി നന്നാവും എന്നുള്ളത് കൊണ്ട് ആണ് ഇപ്പോ ബ്രാഹ്മണർക്ക് ശരിക്കും ഒരു ശക്തി എന്ന് പൊതുവെ അഭിപ്രായം നമ്മുടെ പൂർവികര് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഈ സഹസ്രനാമം, അതില് വിഷ്ണു സഹസ്രനാമം വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മഹാഭാരതത്തിൽ ഉള്ളതാണ്. മഹാഭാരതത്തിലെ സന്ദർഭം ഏതാണെന്ന് വിചാരിച്ചാൽ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവർ ജയിച്ച് യുധിഷ്ഠിരൻ മഹാരാജാവായിട്ടിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലും മനസമാധാനം യുധിഷ്ഠിരന് കിട്ടുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് ഉള്ള വിഷയം വന്ന സമയത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇതിന്റെ ഉത്തരം തരാൻ പറ്റിയ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അവിടെ ഒരാൾ ശരശയ്യയിൽ കിടക്കുന്നുണ്ട്, ഭീഷ്മ പിതാമഹർ. ആ ഭീഷ്മ പിതാമഹരുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ സ്വച്ഛന്ത മൃത്യുവാണ്. അവനവൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ മരിക്കുള്ളൂ. അങ്ങനെ ഒരു വരം ലഭിച്ചയാളാണ്. അപ്പോ ഇനി ഏതാണ്ട് തനിക്ക് പോകേണ്ട സമയമായി, എന്താണ് കൃഷ്ണൻ വരാത്തത് എന്ന് കാത്തു നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കൃത്യമായിട്ട് ശ്രീകൃഷ്ണൻ പാണ്ഡവരെയൊക്കെ കൂട്ടിയിട്ട് അവിടേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു. യുധിഷ്ഠിരന്റെ മനസ്സമാധാനം ഇല്ലായ്മയും ഒക്കെ പറഞ്ഞു. അപ്പൊ അതിന് യുധിഷ്ഠിരന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ട് പറഞ്ഞു. അപ്പൊ അതില് ഒക്കെ ആ മനസ്സമാധാനത്തിന് വേണ്ടത് ആ ശരിയായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക, അക്കൂട്ടത്തിൽ ഉള്ള ഒരു ഉപദേശത്തിൽപ്പെട്ടതാണ് വിഷ്ണു സഹസ്രനാമം എന്നുള്ളത്. ആ സഹസ്രനാമം ചൊല്ലിക്കഴിയുമ്പോഴേക്കും ആ ഭീഷ്മ പിതാമഹരുടെ മുമ്പിലേക്ക് ഭഗവാൻ തന്നെ മഹാവിഷ്ണുവായിട്ട് മാറി ദർശനം കൊടുത്തു. അങ്ങനെ ആ സന്തോഷത്തോടു കൂടി സ്വച്ഛന്ത മൃത്യുവിനെ പ്രാപിച്ചു എന്നാണ് കഥയല്ല, അങ്ങനെയാണ് സംഭവം. അതാണ് ഈ മഹാഭാരതത്തില് ഇടയിൽ വരുന്ന സഹസ്രനാമത്തിന്റെ പ്രത്യേകത. അത്രയും സവിശേഷതയുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഈ മഹാഭാരതം എഴുതിയത് വേദവ്യാസൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഋഷിയും വേദവ്യാസൻ തന്നെയാണ്. സാധാരണ സഹസ്രനാമ ജപിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഛന്ദസ് എന്ന് പറഞ്ഞിട്ട് ചെല്ലാറുണ്ട്. ഋഷി ഛന്ദോ ദേവതകളെ കൽപ്പിക്കാറുണ്ട്. അവിടെ ഋഷിയായിട്ട് വരുന്നത് വേദവ്യാസനാണ്. അപ്പോൾ പിന്നെ പലതരത്തിൽ ചെയ്യും. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിരലുകളെ കൊണ്ട് മൂർധാവിൽ ആയിട്ടാണ് ഋഷിയുടെ സ്ഥാനം വരിക. ഋഷി ഗുരു എന്നൊക്കെ പറയുമ്പോൾ മൂർധാവിലായിട്ടാണ് പറയുക. അവിടെ മൂർധാവില് ഋഷിയെ ന്യസിക്കും. അപ്പം വേദവ്യാസ ഋഷി എന്നാണ് പറയുക. അപ്പോൾ ഋഷിയായിട്ട് വരുന്നത് വേദവ്യാസനാണ്. വേദവ്യാസ ഋഷി. അത് കഴിഞ്ഞ് പിന്നെ ഛന്ദസ് എന്ന് പറഞ്ഞ വൃത്തം ആണ്. വൃത്തം എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോരോ ക്രമത്തിലാണ് വാക്കുകൾ പുറത്തേക്ക് വരിക. ആ വാക്കുകൾ പുറത്തേക്ക് വരാനുള്ള ഒരു കണക്കിനനുസരിച്ച് വരുന്നത്. ഏത് കണക്കിനനുസരിച്ചാണ് ആ ഒരു കണക്കാണ് ഛന്ദസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ വിഷ്ണു സഹസ്രനാമം മുഴുവൻ അനുഷ്ടുപ്പ് എന്നുള്ള ഛന്ദസ്സിൽ ഉള്ളതാണ്. അതുകൊണ്ട് ആ ഛന്ദസ്സിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സാധാരണ വായയിൽ കൂടിയാണല്ലോ ശബ്ദങ്ങൾ പുറത്തേക്ക് വരിക. അതുകൊണ്ട് വായയുടെ ഉള്ളിലാണ്. പക്ഷെ അത് നമ്മൾ ഈ മൂക്കിന്റെ താഴെയായിട്ട് അവിടെ ന്യസിക്കുകയാണ് പതിവ്. അപ്പൊ അവിടെ അനുഷ്ടുപ് ഛന്ദ എന്ന് വരും. പിന്നെ ഈ ദേവത എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ ദേവതയെ കൽപ്പിക്കണം. ഋഷി ഛന്ദസ് ദേവതയെ കൽപ്പിക്കും. ദേവത എന്ന് പറയുന്നത് മഹാവിഷ്ണു തന്നെയാണ്. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ പോരാ, സാക്ഷാൽ മഹാവിഷ്ണു
വിശ്വരൂപത്തോടു കൂടിയിട്ടുള്ള ആ മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ടാണ് വിശ്വരൂപോ മഹാവിഷ്ണുർദേവത എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ സാധാരണ വേദവ്യാസ ഋഷി എന്ന് പറയും. അതിൽ ചിലര് ഈ ഭഗവാൻ എന്നൊക്കെ കൂട്ടിയിട്ടും പറയാറുണ്ട്. ഭഗവാൻ വേദവ്യാസ ഋഷി എന്നും അങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളോടുകൂടി കാണാറുണ്ട്. അതിന് കുഴപ്പമില്ല. ഏതായാലും നമുക്ക് പഠിക്കാം. വേദവ്യാസ ഋഷി അനുഷ്ടുപ് ഛന്ദ ശ്രീ വിശ്വരൂപോ മഹാവിഷ്ണുർദേവത എന്ന് മനസ്സിലാക്കാം. അപ്പോ എന്ത് ചെയ്യുന്ന സമയത്തും അതിനു മുമ്പായിട്ട് പ്രാർത്ഥനകൾ പതിവുണ്ട്. ആ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് ഒരു ശ്ലോകം. നമുക്ക് പഠിക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഇപ്പൊ നമ്മള് പദങ്ങൾ അനുസരിച്ചാണ് പറഞ്ഞത്. ഇതിപ്പോ ഈ നമ്മൾ ചൊല്ലി ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഇത് ഒരു ശ്ലോകമാണ്. നമ്മളുടെ ഈ സഹസ്രനാമ പഠനം എന്നുള്ളത് സംസ്കൃത പഠനവും കൂടി ആയതുകൊണ്ട് ഒരു സംസ്കൃതത്തിന്റെ രൂപത്തിൽ കൂടി നമുക്ക് ഈ ശ്ലോകത്തിനെ സമീപിക്കുകയാണ് നല്ലത്. അപ്പോഴാണ് കുറച്ചുകൂടിയും വളരെ വ്യക്തമായിട്ട് മാറുക. ഒരു ശ്ലോകം കിട്ടിയാൽ സംസ്കൃതം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ഇതിൽ പുതിയതായിട്ട് വന്നവർക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളുന്നില്ല. ആ ഒരു ശ്ലോകം കിട്ടിക്കഴിഞ്ഞാൽ ആ ശ്ലോകത്തിനെ അന്വയിക്കുക എന്ന് പറഞ്ഞിട്ടൊരു രീതിയുണ്ട്. അന്വയം കണ്ടെത്തുക. കാരണം ഒരു ശ്ലോകത്തിൽ കൃത്യമായിട്ടുള്ളത് പോലെയൊന്നും ആയിരിക്കില്ലല്ലോ ഉണ്ടാവുക. സാധാരണ സംസാരിക്കാൻ കർത്താവ്, കർമ്മം, ക്രിയ, പിന്നെ കർത്താവിനോടനുബന്ധിച്ചുള്ള ചിലത്, കർമ്മവും കർമ്മത്തിനോടനുബന്ധിച്ചുള്ളത്, ക്രിയയോടനുബന്ധിച്ചുള്ളത്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് വന്നാലാണ് നമുക്ക് മനസ്സിലാവുക. പക്ഷെ ഒരു ശ്ലോകമാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ആദ്യം തന്നെ ക്രിയ പറയും, പിന്നെ കർമ്മം പറയും, ചിലപ്പോൾ അവസാനമായിരിക്കും കർത്താവ് പറയുക. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ വേണ്ടതുപോലെ എടുത്തു വയ്ക്കുക, അതാണ് അന്വയം എന്ന് പറയുക. അതിന് പദച്ഛേദം ചെയ്തു മുമ്പേ വിഭക്തികളറിഞ്ഞുടൻ അങ്ങുമിങ്ങും ഇരിക്കുന്ന പദങ്ങളെ യഥാവലെ ചേരുന്ന പടി ചേർക്കുന്ന തന്വയം പരികീർത്തിതം എന്നാ പറയാ. പാലപ്രബോധനത്തിലുള്ളതാണ്. ഇത് പഠിച്ചവർക്കറിയാം. അപ്പോ ആദ്യം തന്നെ പദച്ഛേദം ചെയ്യണം ഒരു ശ്ലോകം കിട്ടിയാൽ. അപ്പൊ നമ്മളിപ്പോ ആദ്യം തന്നെ പദച്ഛേദത്തോട് കൂടിയിട്ടാണ് ചൊല്ലിയത്. ആ പദച്ഛേദം ചെയ്തു മുമ്പേ പിന്നെ വിഭക്തികൾ അറിഞ്ഞുടൻ ഓരോന്നിന്റെയും വിഭക്തികൾ നമ്മൾ മനസ്സിലാക്കണം. വിഭക്തികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു പദം, ഇപ്പൊ ഇവിടെ ശുക്ലാംബരധരം എന്നുള്ളത് ഒരു പദമാണ്. ആ ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്താണ് വിഭക്തി? നമ്മൾ കേട്ട ഒരു വിഭക്തി ഉണ്ടാവും. ചിലപ്പം ഈ പൂന്താനവും മേൽപ്പത്തൂരും തമ്മിലുള്ള സംഭാഷണമായിട്ട് ബന്ധപ്പെട്ട് സഹസ്രനാമം ചെല്ലുന്ന സമയത്ത് പൂന്താനം ചൊല്ലിയതിൽ കുറച്ച് ഒരു മാറിയോ എന്നൊരു സംശയം തോന്നിയിട്ട് തിരുത്തി എന്നും, തിരുത്തിയ സമയത്ത് ഭഗവാന്റെ അശരീരി വാക്ക് കേട്ടു, പൂന്താനത്തിന്റെ ഭക്തിയേക്കാൾ എനിക്ക് മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞൊരു വിഭക്തി പലർക്കും അറിയാം. അതുതന്നെയാണ് വിഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ ആ പദത്തില് 7 വിഭക്തികളും അതിന് പുറമെ ഒരു സംബോധന എന്നുള്ളൊരു വിഭക്തി, ഇങ്ങനെ ആണ് ഉണ്ടാവുക. 7 വിഭക്തികളാണ് ഒരു പദത്തിനുണ്ടാവുക. അതായത് ആ 7 വിഭക്തികൾ എന്ന് പറഞ്ഞാൽ അത് സാധാരണ നിലയ്ക്ക് വരുന്നത് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി
ഇങ്ങനെ 7 എണ്ണവും. പിന്നെ സംബോധന പ്രഥമ എന്നുള്ളത് പ്രഥമ വിഭക്തിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതുമാണ് വരിക. അപ്പൊ ഈ 7 വിഭക്തികൾ, ആ 7 വിഭക്തികൾക്കും ഓരോന്നിനുണ്ടാവും ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഇങ്ങനെ ഉണ്ടാവും. സംസ്കൃതത്തിലുള്ള ഒരു പ്രത്യേകതയാണ് മലയാളത്തിലുള്ളതിനേക്കാൾ. മലയാളത്തിൽ ഏകവചനം പിന്നെ ബഹുവചനവും മാത്രമേ ഉള്ളൂ. ദ്വിവചനവും കൂടിയുണ്ട് സംസ്കൃതത്തിൽ. അപ്പൊ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഇങ്ങനെ 3 തരത്തിൽ വരും. ദ്വിവചനം എന്ന് പറഞ്ഞാൽ 2 പേര് ഉള്ളത് മാത്രം, അതാണ് ദ്വിവചനം എന്ന് പറയുന്നത്. ഏകവചനം ഒരാൾ മാത്രമുള്ളത്, ദ്വിവചനം 2 പേര് മാത്രമുള്ളത്, 3ഓ 3ൽ കൂടുതലോ ആയിട്ടുള്ളതൊക്കെ ബഹുവചനം, ഇങ്ങനെയാണ് വരിക. അപ്പൊ അങ്ങനെ ഉണ്ട് ഈ 7 വിഭക്തികൾക്കും. അപ്പൊ ഈ 7 വിഭക്തികളുടെയും അർത്ഥങ്ങള് ഒക്കെ വെവ്വേറെ നമുക്ക് മനസ്സിലാക്കണം. അത് കുറേശ്ശായിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ ഏതായാലും ഇവിടെ ശുക്ലാംബരധരം എന്നുള്ള ഒരു പദമാണ് കിട്ടിയത്. അപ്പൊ ശുക്ല, അവിടെ 3 പദങ്ങളുണ്ട് ശരിക്കും. ശുക്ല, അംബര, ധരം, ഈ 3 പദങ്ങളും കൂടിയിട്ടാണ് ശുക്ലാംബരധരം എന്ന് വന്നത്. ശുക്ല അംബരധരം. അർത്ഥം നോക്കുകയാണെങ്കിൽ ശുക്ല എന്നുള്ളതിന്റെ അർത്ഥം വെളുപ്പ് എന്നാണ്. അംബരം എന്നുള്ള വാക്കിന് വസ്ത്രം എന്നർത്ഥം. ധരം, ധരിച്ചവൻ. ഇപ്പൊ ശുക്ലാംബരധരം എന്ന് പറയുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ചവനെ എന്നാണ് അർത്ഥം വരിക. ശുക്ലാംബരധരം എന്ന് പറയുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ചവനെ അല്ലെങ്കിൽ ധരിച്ചയാളെ എന്ന് വരും. അപ്പൊ അതിന് ശുക്ലാംബരധരൻ എന്ന് അർത്ഥം കിട്ടണമെങ്കിൽ അവിടെ പ്രഥമാ വിഭക്തി വരണം. ആ പ്രഥമാ വിഭക്തി എന്ന് പറയുന്നത് ശുക്ലാംബരധര, അതായത് ശുക്ലാംബരധര എന്നുള്ളതാണ് പ്രഥമാ വിഭക്തി. അത് 2 ആളായി കഴിഞ്ഞാൽ ശുക്ലാംബരധരൗ എന്നായി. 3ഓ 3ൽ കൂടുതലോ ആയാൽ ശുക്ലാംബരധരാഹ, ശുക്ലാംബരധരാഹ എന്നായി. ഇത് തന്നെ ഹേ എന്ന് ചേർത്താൽ മുഴുവനായിട്ടാവില്ലെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. സംബോധന പ്രഥമയായി. അപ്പോ ശുക്ലാംബരധര എന്നുള്ള വിസർഗം ഒഴിവാക്കിയിട്ട് അതിൻ്റെ കൂടെ ഹേ എന്ന് ചേർക്കുക. അപ്പോൾ ഹേ ശുക്ലാംബരധര എന്നായാൽ സംബോധന പ്രഥമയായി. അതിൻ്റെ ദ്വിതീയാകുമ്പോൾ ഹേ ശുക്ലാംബരധരൗ, ഹേ ശുക്ലാംബരധരാ, ബഹുവചനായി. അപ്പൊ ഇതിപ്പം പ്രഥമ മാത്രമാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ദ്വിതീയയാണ് വരുന്നത്. ഇപ്പൊ ശുക്ലാംബരധരം, ഇപ്പൊ ശുക്ലാംബരധരം, ശുക്ലാംബരധരൗ, ശുക്ലാംബരധരാൻ എന്ന് വരും. അതാണ് ദ്വിതീയ വരുന്നത്. ശുക്ലാംബരധരാൻ. ഇനിയുണ്ട് അതിന്റെ രൂപങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു. ശുക്ലാംബരധരം എന്നുള്ളത് അകാരാന്തം ആണ്, ധര എന്നുള്ളത് അകാരാന്തമാണ്, പുല്ലിംഗമാണ്, ദ്വിതീയയാണ്, ഏകവചനമാണ് എന്ന് നമുക്ക് കിട്ടി. ഇനിയിപ്പോ ദ്വിതീയ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെറുതായിട്ട് നമുക്ക് മനസ്സിലാക്കി പോവാം. ശുക്ലാംബര എന്നുള്ളത് നമുക്ക് വേണേൽ തൽക്കാലം ഒഴിവാക്കാം. കാരണം അത് എപ്പോഴും കൂട്ടിച്ചേർക്കാം. അപ്പൊ ധരം, ധര, ധരൗ, ധരാ, ഹേ ധര, ഹേ ധരൗ, ഹേ ധരാ, ധരം, ധരൗ, ധരാൻ, ദ്വിതീയ. ഇനി തൃതീയ ധരേണ, ധരാഭ്യാം, ധരൈ, ചതുർത്ഥി ധരായ, ധരാഭ്യാം, ധരേഭ്യ, പഞ്ചമി ധരാൽ, അത് ധരാത് എന്നും പറയും. സംസ്കൃതത്തിൽ പറയുമ്പോൾ ധരാത് എന്നാണ് പറയാ. ധരാത്, ധരാഭ്യാം, ധരേഭ്യ, പഞ്ചമി. ഷഷ്ടിയാകുമ്പോ ധരസ്യ, ധരയോ, ധരാണാം എന്ന് വരും. ഇനി സപ്തമിയാകുമ്പോൾ ധരേ, ധരയോ, ധരേഷു എന്ന് വരും. ഇതാണ് ഒരു രൂപം. അത് ആദ്യത്തെ പ്രാവശ്യമായത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക്
എല്ലാത്തിനും ഇതുപോലെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വ്യത്യാസമുള്ളതിന്റെ മാത്രം വിശദീകരിച്ചാൽ മതി. അപ്പൊ ഏതായാലും ശുക്ലാംബരധരം എന്നുള്ളത് അകാരാന്തം പുല്ലിംഗം ദ്വിതീയ ഏകവചനമാണ്. അനന്തരപദം വിഷ്ണും ഇതി പദം. വിഷ്ണും തത് ശ്രവണസമയെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വിഷ്ണു എന്നല്ലേ വന്നത്, അപ്പൊ ഉകാരാന്തമാണ് എന്ന് മനസ്സിലാവും. അപ്പൊ വിഷ്ണു എന്നാണ് അതിന്റെ പ്രഥമ വരിക. അതിന്റെ ദ്വിതീയയാണ് ഇവിടെ വന്നിട്ടുള്ള വിഷ്ണു എന്നുള്ളത്. അപ്പൊ വിഷ്ണു, വിഷ്ണു, വിഷ്ണവ, ഹേ വിഷ്ണോ, ഹേ വിഷ്ണു, ഹേ വിഷ്ണവ, വിഷ്ണും, വിഷ്ണു, വിഷ്ണൂൻ, വിഷ്ണുനാ, വിഷ്ണുഭ്യാം, വിഷ്ണുഭി, വിഷ്ണവേ, വിഷ്ണുഭ്യാം, വിഷ്ണുഭ്യ, വിഷ്ണോ, വിഷ്ണുഭ്യാം, വിഷ്ണുഭ്യ, വിഷ്ണോ, വിഷ്ണുവോ, വിഷ്ണൂനാം, വിഷ്ണൂണ, വിഷ്ണു, വിഷ്ണുവോ, വിഷ്ണുഷു. ഇങ്ങനെയാണ് രൂപം വരിക. പിന്നെയുള്ളത് ശശിവർണം. ആ ശശിവർണം എന്നുള്ളത് നമ്മൾ ആദ്യം ചൊല്ലിയ ശുക്ലാംബരധരം ഉണ്ടല്ലോ, അതേപോലെ തന്നെ അകാരാന്ത രൂപമാണ്. അപ്പോ ശശിവർണ, ശശിവർണൗ ശശിവർണ, ഹേ ശശിവർണ, ഹേ ശശിവർണൗ, ഹേ ശശിവർണ, ശശിവർണം, ശശിവർണൗ ശശിവർണാൻ, അങ്ങനെ വരും രൂപങ്ങൾ. അപ്പോൾ അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം. അടുത്തത് ശശിവർണം എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ശശി, ചന്ദ്രൻ. വർണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിറം, അത് തന്നെ. ശശിയുടെ നിറത്തോട് കൂടിയത്, ചന്ദ്രന്റെ നിറത്തോട് കൂടിയാന്നർത്ഥം. ചന്ദ്രന്റെ നിറം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. അപ്പൊ ചന്ദ്രന്റെ നിറം എന്ന് പറയുമ്പോൾ വെളുത്ത നിറം, വെളുത്ത നിറത്തോട് കൂടിയ എന്നർത്ഥം. പിന്നെ ഉള്ളത് ചതുർഭുജം. അതും അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഭുജ എന്ന് വരുന്നത് കൊണ്ട് അതും അകാരാന്തം പുല്ലിംഗം ദ്വിതീയ ഏകവചനമാണ്. ചതുർഭുജ, ചതുർഭുജൗ ചതുർഭുജ, ഹേ ചതുർഭുജ, ഹേ ചതുർഭുജൗ, ഹേ ചതുർഭുജ, ചതുർഭുജം, ചതുർഭുജൗ ചതുർഭുജാൻ, അങ്ങനെ വരും രൂപങ്ങൾ. പിന്നെയുള്ളത് ചതുർഭുജം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ചതുർഭുജം, 4 ഭുജം. ഭുജം എന്ന് പറഞ്ഞാൽ കയ്യാണ്, 4 ഭുജങ്ങൾ ഉള്ളയാൾ എന്നർത്ഥം. പിന്നെയുള്ളത് പ്രസന്നവദനം. അത് ഈ പറഞ്ഞ പോലെ അകാരാന്ത പുല്ലിംഗം ദ്വിതീയ ഏകവചനം തന്നെയാണ്. നമ്മളിപ്പോ നേരത്തെയൊക്കെ പറഞ്ഞ അതേ രൂപം തന്നെയാണ്. അതിൽ വിഷ്ണു എന്നുള്ളത് മാത്രമേ ഇപ്പോഴ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെയുള്ളത് പ്രസന്നവദനം എന്ന് കഴിഞ്ഞാൽ അതും അകാരാന്ത പുല്ലിംഗം ദ്വിതീയ ഏകവചനം എന്ന് പറഞ്ഞു. അടുത്തത് ധ്യായേൽ എന്നുള്ളത്, അത് ക്രിയാപദമാണ്, ക്രിയാപദമാണ്. ക്രിയാപദത്തിനും ഈ പറഞ്ഞതുപോലെ തന്നെ രൂപങ്ങളുണ്ട്. ധ്യായേൽ എന്നുള്ള വാക്ക് ക്രിയാപദം എന്ന് പറയുമ്പോൾ പ്രവൃത്തി. അപ്പോൾ ധ്യായേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ധ്യാനിക്കണം എന്നാണ്. ധ്യാനിക്കണം. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ പല രൂപങ്ങളുണ്ട്. 9 രൂപങ്ങളാണ് ധ്യായേൽ എന്നുള്ളതിന് ഉണ്ടാവുക. അത് ഈ നാമപദങ്ങളും ക്രിയാപദങ്ങളും 2 തരമുണ്ട്. അതിലിപ്പം ഇതുവരെ നമ്മൾ ചൊല്ലിയതൊക്കെ നാമപദങ്ങളാണ്. ആ നാമപദങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ 8, 3 അങ്ങനെ 8, 3 24 രൂപങ്ങൾ വരും. ചിലതിന് കൂടുതലും വരും, അത് വേറെ. ക്രിയാപദങ്ങളാണെങ്കിൽ 3 എണ്ണം വീതം 3 എണ്ണം. അതായത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനു പുറമെ ആര് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഇപ്പൊ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞത് ആ ഒരു തരം തന്നെ. അതുപോലെ പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ എന്നാണ് വ്യത്യാസം എന്ന് മാത്രം. പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആര് എന്നില്ല, ആർക്ക് വേണമെങ്കിലാവാം. മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ത്വം, അതായത് നീ ചെയ്താലാണ് മധ്യമ പുരുഷനാവുക. നിങ്ങൾ പോരാ, ഭവാൻ എന്നുള്ളത് പോരാ. ത്വം എന്നുള്ള ഒരു ശബ്ദം, അതിൻ്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം
മാറുന്നതിനനുസരിച്ച് മധ്യമ പുരുഷനിലെ രൂപങ്ങൾ എടുക്കണം. അപ്പോ ത്വം യുവാം യൂയം എന്ന് വരുന്നതിനനുസരിച്ച് മധ്യമ പുരുഷനിൽ വരുന്ന രൂപങ്ങൾ എടുക്കണം. പിന്നെ വരുന്നത് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത് അത് അഹം ആണ്, ഞാൻ, ഞങ്ങൾ രണ്ടുപേർ, ഞങ്ങൾ, അഹം, ആവാം, വയം എന്ന് പറയുന്ന ആ 3 രൂപങ്ങൾ വരുമ്പോഴാണ് ഈ ധ്യായേൽ എന്നുള്ളതിൻ്റെ ആണെങ്കിലും ഉത്തമ പുരുഷനായിട്ടുള്ള രൂപം ചേർക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ ഏതായാലും പിന്നെ പ്രഥമ പുരുഷനായിട്ടുള്ള രൂപമാണ് ധ്യായേൽ, ധ്യായേതാം, ധ്യായേയു, ധ്യായേ, ധ്യായേതം, ധ്യായേത, ധ്യായേയം, ധ്യായേവ, ധ്യായേമ എന്നുള്ള തരത്തിൽ വരുന്നതാണ്. അതാണ് അതിന് ധാതു പദലകാര പുരുഷവചനങ്ങൾ എന്നൊക്കെ പറയും. അതൊക്കെ കൂടുതൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം കുറേശ്ശെയായിട്ട്. അപ്പോ പിന്നെ സർവവിഘ്നോപശാന്തയേ എന്നുള്ള ഒരു പദമാണുള്ളത്. സർവ, അവിടെ അതെ സർവ എന്നൊരു പദം, വിഘ്ന എന്നൊരു പദം, ഉപശാന്തി എന്നൊരു പദം, അങ്ങനെ 3 പദങ്ങളാണ് അവിടെ വരിക. സർവ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സർവ എല്ലാം എന്നുള്ള. വിഘ്ന എന്നുള്ള വാക്കിന് നമുക്കറിയാം വിഘ്നം, തടസ്സം എന്നൊക്കെയുള്ള അർത്ഥം. ഉപശാന്തി അവിടെ വേണേൽ 2ആയിട്ട് വേണേൽ തിരിക്കാമെന്ന് മാത്രം. ഉപ എന്നുള്ളൊരു ഉപസർഗവും ശാന്തി എന്നുള്ള ഒരു ശബ്ദവുമായിട്ട് വേണേൽ പറയാം. ശാന്തി, ശാന്തി എന്നുള്ള വാക്കിന് സമാധാനം എന്നൊക്കെ അർത്ഥം. അപ്പൊ വിഘ്നത്തിന്റെ ഉപശാന്തി എന്ന് പറയുമ്പോൾ വിഘ്നത്തിന്റെ ശാന്തി, വിഘ്ന നിവൃത്തി എന്നർത്ഥം. അപ്പോ സർവവിഘ്നോപശാന്തയെ എന്നുള്ളതും ഒരു നാമപദമാണ്. ശാന്തി, സർവവിഘ്നോപശാന്തി എന്നുള്ളതാണ് രൂപം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇകാരാന്താണ്. അതിൻ്റെ ചതുർത്ഥി രൂപമാണ് ശാന്തയേ എന്നുള്ളത്. അപ്പോ ശാന്തി, ശാന്തി, ശാന്തയ അങ്ങനെ വന്നിട്ട് ശാന്തിയും ശാന്തി, ശാന്തി, ശാന്തിയാ ശാന്തിഭ്യാം ശാന്തിഭി, ശാന്തിയൈ ശാന്തിഭ്യാം ശാന്തിഭ്യ, അതിൽ ശാന്തിയൈ ശാന്തയേ എന്ന് 2 തരത്തിൽ വരുമ്പോൾ അതാണ് ശാന്തയേ എന്നുള്ളതിൻ്റെ രൂപം വരിക. അപ്പൊ സർവവിഘ്നോപശാന്തയേ എന്ന് പറയുമ്പോൾ ചതുർത്ഥിയുടെ അർത്ഥം എന്താണ്, പ്രഥമയുടെ അർത്ഥം എന്താണ്, ദ്വിതീയയുടെ അർത്ഥം എന്താണ്, ഇതൊക്കെ നമുക്ക് ഓരോരോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കി പോവാം. ഇപ്പൊ ഇവിടെ ശുക്ലാംബരധരം എന്നുള്ളത് ദ്വിതീയാണ്. ദ്വിതീയയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനെ, അവനെ, അവനോട്, അവനിലേക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ദ്വിതീയക്ക് അതിനെ പുന, അതിനോട് അതിലേക്കെന്നും ദ്വിതീയക്ക് അർത്ഥമായി വരും. ഇതാണ് ദ്വിതീയയുടെ അർത്ഥമായിട്ട് വരിക. പിന്നെ നമ്മളിപ്പോൾ വന്നത് സർവവിഘ്നോപശാന്തയേ എന്നുള്ള ചതുർത്ഥി രൂപമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചതുർത്ഥി രൂപത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ട്, ചതുർത്ഥീച എന്നാ പറയാ, ആയിക്കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സർവവിഘ്നോപശാന്തയേ എന്ന് പറയുമ്പോൾ സർവവിഘ്നോപശാന്തിക്ക് ആയിക്കൊണ്ട്, സർവവിഘ്നോപശാന്തിക്ക് ആയിക്കൊണ്ട് എന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ ഇവിടെ പിന്നെ ശുക്ലാംബരധരം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം വിഷ്ണും സർവവിഘ്നോപശാന്തയേ ധ്യായേൽ എന്നാണ് അന്വയം കിട്ടുക. അപ്പൊ ധ്യായേൽ എന്നുള്ളത് ആദ്യം എടുത്തിട്ട് അതിനോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുക ചെയ്യുക, ഈ ഇത് കിട്ടാൻ വേണ്ടി, അന്വയം കിട്ടാൻ വേണ്ടിയിട്ട്. ധ്യായേൽ, ധ്യാനിക്കണം, എന്തിനു വേണ്ടി ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ട് ധ്യാനിക്കണം. അപ്പോ സർവവിഘ്നോപശാന്തയെ, സർവവിഘ്നോപശാന്തിക്കായിക്കൊണ്ട് ധ്യായേൽ, ധ്യാനിക്കണം, ധ്യാനിക്കണം. ആരെ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് പിന്നെയുള്ള ബാക്കിയുള്ള എല്ലാ പദങ്ങളും. വിഷ്ണുവിനെ, എങ്ങനെയുള്ള വിഷ്ണുവിനെ എന്ന് ചോദിക്കുമ്പോൾ ആ വിഷ്ണു എന്നുള്ളതിൻ്റെ വിശേഷണങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. ഇനി എങ്ങനെയൊക്കെയാണ് ഈ അർത്ഥം വരുന്നത് നോക്കാം. ശുക്ല അംബരധരം, ശുക്ല അംബരധരം, വെളുത്ത വസ്ത്രം ധരിച്ചയാളും വെളുത്ത നിറത്തോടു കൂടിയയാളും 4 കൈകളുള്ളയാളും പ്രസന്ന വദനം
വദനനായിട്ടുള്ള ആളുമായിട്ടുള്ള വിഷ്ണുവിനെ സർവവിഘ്നോപശാന്തിക്കായിക്കൊണ്ട് ധ്യാനിക്കണം. അപ്പോ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ ചെറിയൊരു സംശയങ്ങൾ ഉണ്ടാവും. കാരണം വിഷ്ണുവിനെ കുറിച്ച്, ശ്രീകൃഷ്ണനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട നിറം ഇതല്ലല്ലോ, ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ. കാരണം പിന്നെ കറുത്ത നിറം, നീല നിറം, മേഘത്തിന്റെ നിറം, ഇങ്ങനെയൊക്കെ അല്ലേ പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മഹാവിഷ്ണു വന്നിട്ടുള്ളത് എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പൊ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരർത്ഥം, ഒരു കാരണം, ഈ വിഷ്ണു എപ്പോഴാണ് നീല നിറത്തോട് കൂടിയ ആളായി മാറിയത്? അതിനു മുമ്പൊരു മഹാവിഷ്ണു ഉണ്ടായിരുന്നു. ആ ഒരു സങ്കല്പം ആവാനാണ് സാധ്യത. അതായത് ഈ കാളകൂടം പുറത്തേക്ക് വന്ന സമയത്ത് ആണ് മഹാവിഷ്ണുവിന്റെ നിറം മാറിയത് എന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. ശിവന്റെ കഴുത്തില് നിറവ്യത്യാസം വന്നു. അപ്പൊ അത് തട്ടിയിട്ട് മഹാവിഷ്ണുവിന്റെ മേല് ആ നിറം, അല്ലെങ്കിൽ മഹാവിഷ്ണു ആ നിറത്തിനെ ശരീരത്തിലേക്ക് ഏറ്റെടുത്തു എന്നും ഒക്കെ ആയിട്ടുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ ജാമ്പവാൻ ഒരിക്കല് പറയുന്നുണ്ട് ശ്രീരാമനോട്, ഇങ്ങനെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് മാത്രം കണ്ടിട്ടില്ല എന്ന്. അതില് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ പെടുന്ന ഒന്നാണ് ഇപ്പൊ മഹാവിഷ്ണുവിനെ, വെളുത്ത നിറത്തിലുള്ള മഹാവിഷ്ണുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മുഴുവനായും വെളുപ്പ് നിറമായിട്ടുള്ള ശിവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉപ്പില്ലാത്ത സമുദ്രം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഥയിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, അത് നമുക്കിപ്പോൾ അവിടെ നിർത്താം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നീങ്ങില്ല. ഇപ്പൊ ഏതായാലും അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെ ആയിരിക്കണം ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ മഹാവിഷ്ണുവിനെ, 4 കൈയോടുകൂടിയ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന മഹാവിഷ്ണുവിനെ സർവവിഘ്നോപശാന്തയെ, നമുക്ക് എന്ത് ചെയ്യുമ്പോഴും വിഘ്നങ്ങൾ ഇല്ലാതെയാവുകയാണ് വേണ്ടത്. അതിന് ആ മൂർത്തിയെ തന്നെ ആ വിഘ്നങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് സ്മരിക്കുന്നു എന്നാണ് എൻ്റെ ധ്യാന ശ്ലോകം. അപ്പോ അത് നമുക്കൊരു 2-3 പ്രാവശ്യം ഒന്ന് ചൊല്ലി നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഇവിടെ പിന്നെ എല്ലാവരും മ്യൂട്ടായിട്ട് തന്നെ ചെല്ലിയാൽ മതി. കാരണം എല്ലാവരും അൺമ്യൂട്ട് ചെയ്താല് വിഷമമുണ്ടാവും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചിലരിങ്ങനെ ചെല്ലിയാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏകദേശം ഒരു സമയം കണക്കാക്കിയിട്ട് അങ്ങനെ ചൊല്ലിക്കൊള്ളാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഇനി അത് കഴിഞ്ഞാൽ വേറൊരു ധ്യാന ശ്ലോകമുണ്ട്. ഇത് സാക്ഷാൽ ഇനി ആദി ആയിട്ടുള്ള മഹാവിഷ്ണുവിനെ കുറിച്ച് ഉള്ള ഒരു ധ്യാന ശ്ലോകം. പിന്നെ വേറൊരു കുറേ ധ്യാന ശ്ലോകങ്ങൾ ചെല്ലാറുണ്ടെങ്കിലും ഈ ഗുരുനാഥനൊക്കെ പറഞ്ഞതിനനുസരിച്ച് ഒരു ധ്യാന ശ്ലോകം കൂടിയാണുള്ളത്. അത് നമുക്കൊന്ന് ചൊല്ലാം. ശാന്താകാരം
ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പദം മുറിച്ചു. ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കുമ്പോൾ ആദ്യം ശാന്താകാരം, അത് അകാരാന്തം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം ആണ്. പിന്നെയുള്ളത് ഭുജഗശയനം. ഭുജഗശയനം അതും അകാരാന്തം പുല്ലിംഗം ദ്വിതീയ ഏകവചനം തന്നെയാണ്. പിന്നെയുള്ളത് പദ്മനാഭം, അതും അകാരാന്തം പുല്ലിംഗം ദ്വിതീയ ഏകവചനമാണ്. അടുത്തത് സുരേശം, അകാരാന്ത പുല്ലിംഗം ദ്വിതീയ ഏകവചനം. വിശ്വാകാരം, അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം. ഗഗനസദൃശം, അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം. മേഘവർണം, അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം. ശുഭാംഗം, അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം. ലക്ഷ്മീകാന്തം, അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം. കമലനയനം, അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം. യോഗി ഹൃദ്ധ്യാനഗമ്യം, അതും അതെ അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം. വന്ദേ, വന്ദേ എന്നുള്ളത് ക്രിയാപദാണ്. വന്ദതേ, വന്ദേതേ, വന്ദന്തേ, വന്ദസേ, വന്ദേഥേ, വന്ദധ്വേ, വന്ദേ, വന്ദാവഹേ, വന്ദാമഹേ, അങ്ങനെയാണ് രൂപം വരിക. അപ്പൊ വന്ദേ എന്നുള്ളത് വന്ത് എന്നുള്ള ധാതു, അതിൻ്റെ ലട്ട് എന്നുള്ള ലകാരം, അതിലെ ഉത്തമ പുരുഷൻ ഏകവചനം ആണ് വന്ദേ എന്നുള്ളത്. അടുത്തത് വിഷ്ണും, നമ്മൾ നേരത്തെ ചൊല്ലിയിരുന്നു, ഉകാരാന്ത പുല്ലിംഗം ദ്വിതീയ ഏകവചനം. പിന്നെ ഭവഭയഹരം, അതും അതെ അകാരാന്ത പുല്ലിംഗം, അകാരാന്താണ് അകാരാന്ത പുല്ലിംഗം ദ്വിതീയ ഏകവചനം. സർവലോകൈകനാഥം, അതും അകാരാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം ആണ്. ഇനിയിപ്പോ ഓരോന്നായിട്ട് പദങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തത് ശാന്താകാരം എന്നാണ്. ശാന്ത ആകാരം, ആകാരം എന്ന് പറഞ്ഞാൽ രൂപമാണ്, ആകൃതി, രൂപം. ശാന്ത ആകാരം, ശാന്തമായിട്ടുള്ള ആകാരത്തോട് കൂടിയ ആൾ, ശാന്തമായിട്ടിരിക്കുന്ന ആളെന്നർത്ഥം. ഭുജഗശയനം, അവിടെ ശാന്താകാരം എന്നുള്ളതിൽ രണ്ട് പദങ്ങളാണ്. ശാന്ത എന്നുള്ള പദം, ആകാരം എന്നുള്ള പദം. ശാന്ത ആകാരം, ഈ അക്ഷരങ്ങളുടെ കുടതയൊന്ന് ശ്രദ്ധിക്കണം. അത് ശാന്താകാരം എന്നാവരുത്. എന്താന്നായ പോരാ, എന്താ എന്ന് തന്നെ വരണം.
ശാന്ത കാരം തന്നെ വരണം, ഗാരമായാൽ പോരാ. നമുക്ക് പലപ്പോഴും മാറിപ്പോകുന്ന ചില വിഷയങ്ങളാണ്. ശാന്താകാരം അങ്ങനെ തന്നെ വരണം. ശാന്താകാരം ആയാൽ ശരിയാവില്ല, അത് അർത്ഥം തന്നെ മാറും. അതുകൊണ്ട് ശാന്താകാരം കുറച്ച് സ്ഫുടമായിട്ട് തന്നെ ചൊല്ലാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഭുജഗ ശയനം. അവിടെ 2 പദങ്ങളാണ്. ഭുജഗ എന്നുള്ളൊരു പദം, ശയനം എന്നുള്ളൊരു പദം. അത് രണ്ടും കൂടിയിട്ട് ഒറ്റ പദമാണ് കേട്ടോ. ഭുജഗം ശയനം. ഭുജഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ് ആണ്. ഭുജഗത്തിന്റെ മുകളിൽ ശയനം, അല്ലെങ്കിൽ ഭുജഗം ശയനമായിട്ടുള്ളവൻ. ഭുജഗം ശയനം എന്ന് പറഞ്ഞാൽ കിടക്ക ആയിട്ടുള്ളവൻ എന്ന്, അല്ലെങ്കിൽ ഭുജംഗത്തിന്റെ മുകളിൽ ശയനം, ശയിക്കുന്ന എന്നർത്ഥം. ഭുജഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പാമ്പായത്? ഭുജേന ഗച്ഛതി എന്ന് പറയാം. ഭുജാഭ്യാം ഗച്ഛതി എന്നോ ഭുജൈഹി ഗച്ഛതി എന്നോ ഒക്കെ വേണേ ആവാം. അതായത് അതിൻ്റെ ഭുജം, കൈകള്, ആ കൈകളെ കൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ശരീരം തന്നെയാണ് അതിൻ്റെ കൈകളും കാലുകളും ഒക്കെ. ആ ശരീരം കൊണ്ട് തന്നെ പോവുകയാണ് ചെയ്യുക. ഭുജഗം ശരീരം കൊണ്ട് തന്നെയാണല്ലോ സഞ്ചാരം. അതിന് വേറെ കൈകളും കാലുകളും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഭുജാഭ്യാം, ഭുജേന ഗച്ഛതി എന്നോ ഒക്കെ എടുക്കാം. ശരീരം കൊണ്ട് തന്നെ സഞ്ചരിക്കുന്നത്, അതാണ് ഭുജഗം. ശയനം ശേതും, ശയിക്കാനുള്ളത് ശയനം. അപ്പൊ ഭുജഗ ശയനം. അപ്പൊ പത്മനാഭൻ, അടുത്തത് പത്മനാഭനാണ്. ഈ പത്മനാഭനായിട്ടുള്ള മഹാവിഷ്ണു കിടന്നുറങ്ങുന്നത് അനന്തന്റെ മുകളിലാണ്. അനന്തൻ എന്നുള്ള പാമ്പിന്റെ മുകളിൽ ശയിക്കുന്നയാള്, കിടക്കുന്നയാള്. പിന്നെ പത്മനാഭം എന്നുള്ളതാണ് അടുത്ത പദം. പദ്മ, പദ്മം എന്നുള്ളൊരു പദം, നാഭം എന്നുള്ള ഒരു പദമാണ് വരിക. നാഭി എന്നുള്ളതിൻ്റെയാണ് നാഭം എന്നായത്. പദ്മം നാഭിയിൽ ഉള്ളയാൾ, അതാണ് പത്മനാഭൻ. പദ്മം എന്ന് പറഞ്ഞാല് താമര. ആ താമര നാഭിയിൽ ഉള്ളയാൾ. അപ്പൊ നാഭിയിൽ നിന്ന് താമര ഉയർന്നു വന്നത് ആരുടെയാണോ ആ ആളാണ് പത്മനാഭൻ. പത്മം നാഭൗ അസ്യ അസ്തി ഇതി പത്മനാഭ. ഇങ്ങനെ പലതരത്തിൽ തന്നെ പദ്മം നാഭിയിൽ ആർക്കാണോ ഉള്ളത് ആ ആളാണ് പത്മനാഭൻ. അപ്പൊ പദ്മ നാഭം, പദ്മ ദ്മ എന്നാണ് പറയാ. പദ്മനാഭം. നാഭം എന്നാണ് വേറെയായിട്ട് നാഭി എന്ന് പറയുമ്പോൾ നാഭി എന്ന് പറയുമെങ്കിലും കൂട്ടിച്ചൊല്ലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നാക്കി മാറ്റാം. പദ്മനാഭം നാക്കി ചൊല്ലുന്നതിന് തെറ്റില്ല. ചിലര് പത്മനാഭം എന്നൊരു ചൊല്ലുന്ന ആൾക്കാരും ഉണ്ട്. അതിലും തെറ്റൊന്നും പറയാനില്ല. ഏതായാലും ഒറ്റപ്പദം എന്നുള്ള നിലയ്ക്ക് പദ്മനാഭം എന്ന് നമുക്ക് ചൊല്ലാം. ഇപ്പൊ ശാന്താകാരം, ഭുജഗശയനം, പദ്മനാഭം. പിന്നെ സുരേശം. സുരേശം എന്ന് പറഞ്ഞാൽ സുരൻ, ഈശൻ. 2 പദങ്ങളാണ്. സുരാണാം ഈശ, സുരേശ, സുരന്മാരുടെ ഈശൻ. സുരൻ എന്ന് പറഞ്ഞാൽ ദേവനാണ്. ദേവന്മാർ, സുരന്മാർ, ദേവന്മാരുടെ ഈശൻ. ദേവന്മാർക്കൊക്കെ ഈശ്വരനായിട്ടുള്ളയാൾ, അതാണ് സുരേശം. മഹാവിഷ്ണുവിന്റെ ഓരോരോ പര്യായങ്ങളാണ് ഇതൊക്കെ വരുന്നതൊക്കെ. പിന്നെ വിശ്വാകാരം. വിശ്വ ആകാരം, വിശ്വത്തിന് മുഴുവൻ ആകാരമായിട്ടുള്ള ആള്. അപ്പൊ വിശ്വം മുഴുവൻ അതിനെങ്ങനെ വേണം എന്നുള്ള രൂപകൽപ്പനയൊക്കെ ചെയ്ത ആള്. വിശ്വം ഏത് പ്രകാരത്തിൽ വേണം എന്നുള്ളത് നിശ്ചയിച്ച ആൾ. ആ വിശ്വത്തിന് മുഴുവൻ ആകാരമായിട്ടുള്ളത് ആരുടെ കഴിവ് കൊണ്ടാണോ ആ ആള്. ഇങ്ങനെയൊക്കെയാണ് വിശ്വാകാരം എന്നുള്ളത് വരിക. അപ്പോ ഭുജഗ വിശ്വാകാരം ഗഗന സദൃശം. വിശ്വാകാരം, വിശ്വ ആകാരം, 2 പദങ്ങൾ. വിശ്വാകാരം അവിടെ അതെ വിശ്വാകാരം എന്നാവരുത്, കാരം തന്നെ വരണം. വിശ്വാകാരം. പിന്നെയുള്ളത് ഗഗന സദൃശം. അവിടെ ഗന്നേ വരാൻ പാടുള്ളൂ. ഗഗന സദൃശം, 2 പദങ്ങള്. ഗഗന സദൃശം. ഗഗനം എന്ന് പറഞ്ഞാല്
ആകാശമാണ്. സദൃശം ആകാശ പോലെ എന്നർത്ഥം. ആകാശം പോലെ, ആകാശം പോലെ ഉള്ള ആള് എന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ നിറം എടുക്കാം. ആകാശം പോലെ വളരെ വിസ്തരിച്ച് പരന്നു കിടക്കുന്ന എന്നെടുക്കാം. അങ്ങനെ പലതരത്തിലും അതിന്റെ അർത്ഥമായിട്ട് എടുക്കാം. ഗഗന സദൃശം മേഘവർണം, മേഘത്തിന്റെ വർണ്ണത്തോടു കൂടിയ ആൾ. മേഘം, മേഘത്തിന്റെ നിറം എന്താണ്? കറുപ്പാണ്. അപ്പൊ കറുത്ത വർണ്ണത്തോടു കൂടിയ ആള് മേഘവർണം. അപ്പൊ മേഘ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം. മേഘവർണം, അവിടെ ഘ എന്നുള്ള അർത്ഥം, ആ അക്ഷര സ്ഫുടത വരുമ്പോ ശ്രദ്ധിക്കണം. ഘ കാഖ ഘ മേഘവർണം. പിന്നെ ശുഭാംഗം, ശുഭമായ അംഗം. ശുഭം അംഗം, ശുഭ അംഗം, ശുഭമായ അംഗത്തോടു കൂടിയ ആള് ശുഭാംഗം. പിന്നെ ലക്ഷ്മീകാന്തം, അവിടെ രണ്ട് പദങ്ങൾ വരുന്നുണ്ട്. ലക്ഷ്മി എന്നുള്ള പദം, കാന്തം എന്നുള്ള പദം. ലക്ഷ്മിയുടെ കാന്തനായിട്ടുള്ള ആള്, കാന്തൻ എന്ന് പറഞ്ഞ ഭർത്താവ്. ലക്ഷ്മീകാന്തം. അവിടെ ലക്ഷ്മി, ക്ഷ്മി എന്നുള്ള ഉച്ചാരണം ശ്രദ്ധിക്കണം. ലക്ഷ്മി, ഈ ആണ് ക്ഷ്മി. ലക്ഷ്മി കാന്തം. അവിടെ അതെ, ലക്ഷ്മി എന്ന് ശക്തി കൊടുത്ത് വരുമ്പോ ചിലപ്പോൾ ന്തം എന്നുള്ള ദിക്കിലേക്ക് ശക്തി കുറയും. ലക്ഷ്മീകാന്തം എന്നായിപ്പോ അതുപോരാ, അവിടെ ന്തം എന്ന് തന്നെ വേണം. ലക്ഷ്മീകാന്തം. പിന്നെ കമല നയനം, കമല നയനം. കമല എന്നുള്ളൊരു പദം, നയനം എന്നുള്ളൊരു പദം. കമലം എന്ന് പറഞ്ഞാൽ താമരയാണ്, നയനം എന്ന് പറഞ്ഞാൽ കണ്ണ് ആണ്. അപ്പൊ കമല നയനം എന്ന് പറയുമ്പോൾ കമലം പോലെ നയനം ഉള്ളയാളാണ് കമല നയനൻ, അദ്ദേഹത്തെ എന്നർത്ഥം. കമലം എന്ന് പറഞ്ഞാൽ താമര. എന്തുകൊണ്ടാണ് കമലം എന്ന് പേര് വരാൻ കാരണം? കം അലം, അതാണ് കമലം. അതായത് കം അലം കരോതി ഇത് കമലം. ഈ കം എന്നുള്ളതിന് ജലം എന്നൊരർത്ഥമുണ്ട്. അപ്പൊ കം എന്ന് പറഞ്ഞാൽ ജലം. അലം കരോതി, അലങ്കരിക്കുക, വെള്ളത്തിനെ അലങ്കരിക്കുന്നത് എന്നർത്ഥം. കം അലം കരോതി ഇത് കമലം. ജലം അലങ്കരിക്കുന്നു എന്നുള്ളതിനെ കൊണ്ട് ആണ് കമലം എന്നുള്ള പേര്. കമലം. കം അലം കരോതി ഇത് കമലം. അപ്പൊ അങ്ങനെ താമര എന്നുള്ള അർത്ഥം കമലം. നയനം, അപ്പൊ താമര പോലത്തെ കണ്ണുള്ളയാൾ. താമര എന്ന് പറഞ്ഞാൽ വളരെ വിസ്തരിച്ച് വരുന്നതാണല്ലോ, അതിന്റെ ഒരു ദളം. താമരയുടെ ഒരു ദളം വളരെ വിസ്തരിച്ച് കണ്ണുപോലെയാണ്, നല്ല നീണ്ട കണ്ണുള്ള എന്നർത്ഥം. കമലനയനം. അടുത്തത് യോഗി ഹൃദ്ധ്യാനഗമ്യം. അവിടെ യോഗി എന്നൊരു പദം, ഹൃത്ത് എന്നുള്ള ഒരു പദം, ധ്യാന എന്നുള്ളൊരു പദം, ഗമ്യം എന്നുള്ള പദം, അങ്ങനെ 4 പദങ്ങൾ വരുന്നുണ്ട് അവിടെ. അപ്പൊ യോഗി ഹൃദ്, യോഗി ഹൃദ്, ധ്യാന. അപ്പൊ അവിടെയാണ് ഹൃദ് ധ്യാന കൂടിയിട്ട് ഹൃദ്ധ്യാന എന്നാകും. അപ്പൊ യോഗി ഹൃദ്ധ്യാന ഗമ്യം. ഇനി അതിന്റെ അർത്ഥം എങ്ങനെയാണ് വരിക? യോഗി എന്ന് പറഞ്ഞാൽ യോഗികൾ. യോഗികൾ എന്ന് പറഞ്ഞാൽ യോഗത്തെ ആഗ്രഹിക്കുന്നവരാണ് യോഗികൾ. ഇപ്പൊ ഭഗവാനുമായിട്ട് യോഗം, ആ മോക്ഷം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന, ആ പരമാത്മാവുമായിട്ട് യോഗമുണ്ടാവണം, താദാത്മ്യം പ്രാപിക്കണം എന്ന് ആഗ്രഹമുള്ള, അതൊക്കെയാണ് യോഗം. ആഗ്രഹമുള്ളയാളാണ് യോഗി. അപ്പൊ അങ്ങനെയുള്ള യോഗിമാരുടെ, യോഗികളുടെ ഹൃത്ത്, ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം. അപ്പൊ യോഗികളുടെ ഹൃദയം, ആ യോഗികളുടെ ഹൃദയത്തില് ധ്യാനം, ആ ധ്യാനഗമ്യം ആയിട്ടുള്ള ആള്. ധ്യാനം, അവര് യോഗികള് ഹൃദയത്തില് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന എന്നർത്ഥം. അപ്പൊ യോഗികളുടെ ഹൃദയത്തില് ധ്യാനത്തിന് പാത്രമായിട്ടുള്ള ആള് യോഗി ഹൃദ്ധ്യാനഗമ്യം.
ആ ഓരോരോ പദങ്ങളും നമ്മൾ വേറെ മനസ്സിലാക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കും. യോഗി ഹൃദ്ധ്യാനഗമ്യം. പിന്നെ വന്ദേ. വന്ദേ എന്ന് പറയുമ്പോൾ അഹം വന്ദേ എന്നാണ്, ഞാൻ വന്ദിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിയാപദങ്ങൾക്ക് 3 തരത്തിലുള്ള രൂപങ്ങളുണ്ട്. പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ. അതിലെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഇങ്ങനെ 3 തരത്തിലുണ്ട്. 3 9 ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഇവിടെ വന്നിട്ടുള്ളത് വന്ദേ എന്നുള്ളത് ഉത്തമ പുരുഷൻ ഏകവചനമാണ് എന്ന് നമ്മൾ നേരത്തെ ചൊല്ലി. ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോൾ വന്നാൽ, ക്രിയാപദമായിട്ട് വന്നാൽ അവിടെ എപ്പോഴും കർത്താവ് അഹം ആണ്. ഏകവചനമായതുകൊണ്ട് അഹമാണ്. അഹം വന്ന് ഞാൻ വന്ദിക്കുന്നു എന്നർത്ഥം. ഞാൻ എന്നിവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ വന്ദേ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അഹമാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. പിന്നെ വിഷ്ണു, വിഷ്ണുവിനെ എന്നർത്ഥം. വിഷ്ണു എന്ന് പറയുമ്പോൾ വിഷ്ണു ആരാണ്? വിഷ്ണുവിനെ നേരത്തെ ഞാൻ പറയാതിരുന്നതാണ്. വിഷ്ണുവിൻ്റെ ആ വാക്കിന് ഒരർത്ഥമുണ്ട്. വിഷ്ണു എന്നുള്ള വാക്കിന് ഒരർത്ഥമുണ്ട്. അതായത് വ്യാപിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട് വിഷ്ണു എന്നുള്ളതിന്. ഈ വിഷ്ണു എന്നുള്ളതിന് കുറേ തരത്തിൽ അർത്ഥമുണ്ട്. ത്രിമൂർത്തികളിൽ ഒരാളാണ് മഹാവിഷ്ണു, ഒരാളാണ് വിഷ്ണു. പിന്നെ മഹാവിഷ്ണുവിനെ, സാക്ഷാൽ മഹാവിഷ്ണുവിനെയും വിഷ്ണു എന്ന് പറയും. പിന്നെ 12 ആദിത്യന്മാരുണ്ട്, അതിൽ ഒരാളുടെ പേരും വിഷ്ണു തന്നെയാണ്. പിന്നെ 8 വസുക്കളുണ്ട്, അഷ്ടവസുക്കൾ, അതിലൊരാളുടെ പേരും വിഷ്ണു തന്നെയാണ്. പിന്നെ വിഷ്ണു എന്ന് പറയുന്നത് ഈ ബ്രഹ്മാവിൻ്റെ തന്നെ വേറൊരു രൂപഭേദമായിട്ട് അങ്ങനെ ഒരു വിഷ്ണു, ഇതൊക്കെ ഒരാൾ തന്നെയാണ്. പിന്നെ അഗ്നിയായിട്ട് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് അഗ്നി എന്നൊരർത്ഥം വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പരിശുദ്ധനായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയും വിഷ്ണു എന്നുള്ള പദം പ്രയോഗിക്കാറുണ്ട്. പിന്നെ വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട് ഈ നക്ഷത്രങ്ങൾ വരുന്നപ്പോൾ വിഷ്ണു എന്നുള്ളത് ഈ തിരുവോണ നക്ഷത്രം ആയിട്ട് അങ്ങനെ ഒരു അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായിട്ട് പറയാറുണ്ട്. അപ്പോൾ തിരുവോണം എന്നൊരർത്ഥവും വിഷ്ണു എന്നുള്ളതിന് കിട്ടും. പിന്നെ ഒരു മഹർഷിയുടെ പേര് പറയാറുണ്ട്. മഹർഷി എന്ന് പറഞ്ഞാൽ ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ ആ ധർമ്മശാസ്ത്രങ്ങളിലേക്കൊക്കെ നമ്മളെ എന്നല്ല എല്ലാവരെയും നയിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു മുനി. അങ്ങനെയുള്ളൊരു മുനിയുടെ പേരും വിഷ്ണു എന്നുണ്ട്. പിന്നെ വേദവ്യാസനെ തന്നെ, വേദവ്യാസൻ എന്നില്ല, വ്യാസനെ തന്നെ വ്യാസൻ എന്നൊരർത്ഥം വരുന്നുണ്ട് വിഷ്ണുവിന്. വ്യാസൻ എന്ന് പറഞ്ഞാൽ വ്യസിച്ചവൻ എന്നാണല്ലോ അർത്ഥം. ഈ ലോകത്തെ വ്യസിച്ചയാള് വ്യാസൻ. അപ്പൊ അങ്ങനെ ഒരർത്ഥം വ്യാസൻ എന്നുള്ളതിനുണ്ട്. പിന്നെ സ്മൃതികൾ, ഒരു സ്മൃതി ഉണ്ടാക്കിയ ഒരാളുടെ പേരും വിഷ്ണു തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ പുറമേ ആയിട്ട് വ്യാപിക്കുന്നവൻ എന്നൊരർത്ഥമാണ് വിഷ്ണു എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപനശീലത്വമുള്ളത്. അതായത് ഈ ലോകത്തിലേക്ക് വ്യാപിക്കുന്ന, വിശ്വം, ജഗത്ത് എന്നൊക്കെ നമ്മൾ ലോകത്തിനെ പറയാറുണ്ട്. അവിടേക്ക് വ്യാപിച്ചു നിൽക്കുന്നയാൾ, ആ ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നയാൾ. അതാണല്ലോ മറ്റേ ഉപനിഷത്തിൽ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗൽ എന്ന് പറയാം. ആ ജഗത്തിലേക്ക് വ്യാപിച്ചു നിൽക്കുന്നത് എന്നുള്ളൊരർത്ഥം. അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന വ്യാപനശീലത്വമുള്ളത് കൊണ്ട് വിഷ്ണു എന്ന് പേര്. അങ്ങനെയുള്ള വിഷ്ണുവിനെ. പിന്നെ ഭവഭയഹരം. ഹരം, അവിടെ 3 പദങ്ങൾ, ഭവ, ഭയ, ഹരം, 3 പദങ്ങളാണുള്ളത്. ഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള എന്നൊരർത്ഥം പറയാം. പിന്നെ ഈ സംസാരം എന്നൊരർത്ഥത്തെ പറയാം. സംസാരസാഗരം എന്നൊക്കെ പറയാറില്ലേ, ആ ഭവസാഗരം എന്നൊക്കെ പറയും. സംസാരസാഗരം, ആ ഭവ സംസാര, ആ പദത്തിനാണ് ഭവം എന്നുള്ള പേര് പറയാറ്. ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഭവമാണ്, ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഭവം. ഭയം, ഭവഭയം, ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭയം എന്നൊരർത്ഥം പറയാം. നമുക്കുണ്ടാവുന്ന ഭയം എന്നൊരർത്ഥം. അല്ലെങ്കിൽ ഈ സംസാര സാഗരമാകുന്ന ഭയം, സംസാരം എന്നുള്ള ഭയം. ഏതായാലും ജീവിച്ചു കഴിഞ്ഞാൽ
ഓരോ നിമിഷവും നമുക്ക് ഭയമാണ്. എനിക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, മരിക്കുമോ എന്നുള്ള ഭയം എപ്പോഴും മനുഷ്യനുണ്ടാവും. ആ ഭയത്തെയൊക്കെ ഹരം, അതിനൊക്കെ ഇല്ലാണ്ടാക്കുന്നയാളാണ്, ഹരിക്കുന്നയാളാണ് ഭവഭയഹരം. പിന്നെ സർവലോകൈകനാഥം, സർവ എന്നൊരു പദം, ലോക, ഏക, നാഥ, അങ്ങനെ പദങ്ങളുണ്ട്. സർവ എന്ന് പറയുമ്പോൾ എല്ലാ, ലോക എല്ലാ ലോകത്തിനും, ഏകനാഥം ഒരേ ഒരു നാഥനായിട്ടുള്ള ആളാണ്, അതാണ് സർവലോകൈകനാഥം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു എന്നർത്ഥം. നമുക്ക് ആ ശ്ലോകവും കൂടി ഒന്ന് ചൊല്ലി നോക്കാം. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഈ രണ്ട് ധ്യാന ശ്ലോകങ്ങൾ തൽക്കാലം നമുക്ക് മനസ്സിലാക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമുക്ക് തൽക്കാലം